നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശിവപാർവതിമാരുടെ ചേർച്ചയിൽ ശങ്കരാചാര്യർ വർണ്ണിക്കുന്നത് നിജതപ ഫലാഭ്യാം എന്നാണ്. അതായത് രണ്ടുപേരും പരസ്പരം തപസ്സിലൂടെ നേടിയവർ എന്നർത്ഥം. ശിവന്റെ ദീർഘമായ തപസ്സിന്റെ ഫലമായാണ് പാർവതിയെ ലഭിച്ചത്. പാർവതിയുടെ തപസ്സിന്റെ ഫലമായാണ് ശിവന് ലഭിച്ചത്. പ്രകൃതിയിൽ ഇരുവരുടെയും തുല്യപ്രാധാന്യത്തിൽ സമർത്ഥമായി അവതരിപ്പിക്കുന്ന പ്രയോഗമാണിത്. ഇനി സന്ധ്യാനാമത്തിന്റെ സമയമാണ്, കേൾക്കാം. മാമവതു ശ്രീ സരസ്വതി 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 കാമകോടി പീഠ നിവാസിനി 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 മാമവതു ശ്രീ സരസ്വതി കോമളകര സരോജ ധൃതവീണാ കോമളകര സരോജ ധൃതവീണാ കോമളകര സരോജ ധൃതവീണാ കോമളകര സരോജ ധൃതവീണാ ശ്രീമാതീത വര വാവിഭൂഷണി ശ്രീമാതീത വര വാവിഭൂഷണി സാ ഗസനി ദമ ദമ ഗമ ഗസ ഗസ മഗ ദമ നിദ സനി സా గసని దమ దమ గమ గస గస మగ దమ నిద సని సమగ సగని స నిని గసని సదని దర సని దని మద మదని సమగ సమగ సగని స నిని గసని సదని దర సని దని మద మదని సమగ మామవతు శ్రీ సరస్వతి
രാജാധിരാജ പൂജിത ചരണേ രാജീവ നയനേ രമണീയ പതനേ രാജാധിരാജ പൂജിത ചരണേ രാജീവ നയനേ രമണീയ പതനേ സുജന മനോരഥ പൂരണ ചതുരേ ನಿಜಗಳ ಶೋಭಿತ ಮಣಿಮಯಹಾರೆ ಸುಜನ ಮಧುರತ ಪೂರ್ಣ ಚದುರೆ ನಿಜಗಳ ಶೋಭಿತ ಮಣಿಮಯಹಾರೆ ಅಜಬ ವಂದಿತ ವಾಸುದೇವ ಚರಣಾಭುಜ ಸಗಲ ವೇದ ಸಾರೆ ಅಜಬ ವಂದಿತ ವಾಸುದೇವ ಚರಣಾಭುಜ ಸಗಲ ವೇದ ಸಾರೆ ಸಾ ಗಸ ನಿರ ಮದ ಮಗ ಮಗ ಸ ಗಸ ಮಗ ದ ಮನಿ ದ ಸನಿ ಸಾ ಗಸ ನಿರ ಮದ ಮಗ ಮಗ ಸಾ ಗಸ ಮಗ ದ ಮನಿ ದ ಸನಿ ಸ ಮಗ ಸ ಗ ನಿ ಸ ನಿ ನಿ ಗ ಸ ನಿ ಸ ದ ನಿ ರ ಸ ನಿ ದ ನಿ ಮದ ಮದ ನಿ ಸ ಮಗ ಸ ಗ ನಿ ಸ ನಿ ನಿ ಗ ಸ ನಿ ಸ ದ ನಿ ರ ಸ ನಿ ದ ನಿ ಮದ ಮದ ನಿ ಸ ಮಗ ಮಾವತು ಶ್ರೀ ಸರಸ್ವತಿ ತಾಮ ತೋಡಿ ಪೀಠ ನಿವಾಸಿನಿ ಮಾಮವತು ಶ್ರೀ സരസ്വതി. കൊട്ടിയൂർ തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർ വാങ്ങി സൂക്ഷിക്കുന്ന ഒരു പുണ്യ വസ്തുവാണ് ഓടപ്പൂവ്. ഇത് ഒരു പൂവല്ല, വളരെ ചിട്ടയോടെ നിർമ്മിച്ചെടുക്കുന്ന പൂ പോലെ മനോഹരമായ ഒരു വസ്തുവാണ്. ഓടപ്പൂവിനെ കുറിച്ചറിയാം ഇന്നത്തെ കഥയമമ്മയിലൂടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളൊക്കെ ഓരോരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആ ക്ഷേത്രങ്ങളിലെ വിശേഷപ്പെട്ട എന്തെങ്കിലും ഒരു പ്രസാദം അത് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പതിവ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒന്നാണ്, ശബരിമലയ്ക്ക് പോകുന്ന ഓരോ ഭക്തനും ഓരോ മാളികപ്പുറവും എത്രത്തോളം പ്രിയപ്പെട്ടതായിട്ടാണ് സ്വാമിയുടെ അരവണപ്രസാദത്തെയും അപ്പത്തെയും കാണുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഗുരുവായൂർക്ക് വരുന്ന ഓരോ ഭക്തനെയും സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പൻ്റെ കളഭം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം ഇതൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി ആ വീട്ടിലേക്ക് കൊണ്ടുപോവുക. എവിടെ പോയാലും നമ്മൾ അങ്ങനെ ഒരു പതിവുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരും. വൈശാഖ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വൈശാഖ മാസം കൊട്ടിയൂരിലെ തീർത്ഥാടന കാലം കൂടിയാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അനുസ്മരിച്ചു. ആ കൊട്ടിയൂർ പോകുന്ന ആളുകളൊക്കെ തന്നെ വളരെ വിശേഷപ്പെട്ടതായിട്ട് കാണുന്നൊരു വസ്തുവാണ് ഓടപ്പൂവ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഓടപ്പൂവിനെ കുറിച്ചാണ്. ഓടപ്പൂവ് എന്ന് പറയുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രസാദമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓർമ്മയായിട്ടൊക്കെ നമ്മൾ വാങ്ങിച്ച് വീടുകളിൽ സൂക്ഷിക്കുന്ന ഒരു വസ്തു, ഒരു ദിവ്യ വസ്തു. അത് കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒന്നാണ്. ഇത് പൂർണ്ണമായിട്ടും കൊട്ടിയൂരിലെ തീർത്ഥാടന കാലത്തിൻ്റെ ഒരു സ്മരണയാണ്, ഒരു ഓർമ്മയാണ്. എന്താണ് ആ ഓടപ്പൂവിന് പുറകിലുള്ള കഥ എന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം കൊട്ടിയൂരിൻ്റെ മഹാത്മ്യം പറഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഭഗവാനെ ക്ഷണിക്കാതെ, മഹാദേവനെ ക്ഷണിക്കാതെ, മഹാദേവനുള്ള യജ്ഞഭാഗം കൊടുക്കാതെ മഹാദേവനെ അപമാനിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി കൊട്ടിയൂരിലെ യാഗഭൂമിയിൽ യാഗം നടത്തുന്ന ദക്ഷൻ, ഭഗവാനെ ധിക്കരിച്ച് ഭഗവാന്റെ അനുവാദം ഇല്ലാതെ തൻ്റെ അച്ഛനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രം യാഗശാലയിലേക്ക് പോകുന്ന സതി, സതിക്ക് അവിടെ വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന അപമാനം, മഹാദേവനെ ദ്വേഷിക്കുന്ന ദക്ഷന്റെ വാക്കുകൾ, സതിയുടെ ദേഹത്യാഗം, ഇതറിയുന്ന ഭഗവാൻ ഉണ്ടാവണ അത്യധികമായിട്ടുള്ള ക്രോധത്തിൽ നിന്ന് ഭഗവാൻ, ജടയിൽ നിന്ന് ഭഗവാൻ പറിച്ചെടുക്കുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് വിശേഷപ്പെട്ട ചൈതന്യങ്ങൾ, സാക്ഷാൽ ശ്രീ ഭദ്രകാളിയും വീരഭദ്രസ്വാമിയും ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ദക്ഷന്റെ യാഗശാല മുഴുവൻ തല്ലി തകർക്കുന്നു. തങ്ങളോട് എതിരിടാൻ വരുന്ന ദക്ഷന്റെ സൈന്യത്തെ അവർ നിഷ്കരുണം നിഗ്രഹിക്കുന്നു, ദക്ഷനെ തന്നെ നിഗ്രഹിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഭൃഗു എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ കഥ പറയും. ഈ മഹാദേവനെ നിന്ദിച്ച സമയത്ത് സതിയെ വളരെ ദ്വേഷത്തോടു കൂടി തങ്ങളുടെ പിതാവായിട്ടുള്ള ഈ ദക്ഷൻ സംസാരിക്കുന്നത് കാണുന്ന സമയത്ത് ഒക്കെ തന്നെ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടിരുന്ന ഒരാൾ ഈ യാഗത്തിന് എത്തിയിരുന്നതാണ്. അദ്ദേഹമായിട്ടാണ് ഭൃഗുവിനെ പൊതുവിൽ പറയുക.
ഈ ഭൃഗുവിന് ചെറിയ തരത്തിൽ ശിവവിരോധം ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നും. അതൊക്കെ കഥയാണ്, അങ്ങനെ മാത്രം കാണുക. എന്തായാലും ഇങ്ങനെ കളിയാക്കി ചിരിച്ചു അത്ര പല ആളുകളും. അതിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് ഈ ഭൃഗു എന്ന് പറയുന്ന മഹർഷി. അപ്പം അതുകൊണ്ട് തന്നെ ഈ കളിയാക്കി ചിരിച്ചതിനുള്ള പക വീരഭദ്രസ്വാമിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഭൃഗു മഹർഷിയുടെ താടി മുടിയൊക്കെ പറിച്ചെടുത്തു എന്നൊരു സങ്കല്പം പറയാറുണ്ട്. എന്നിട്ട് അത് വന്ന് ഈ യാഗശാലയിലേക്ക് എറിഞ്ഞു നീട്ടി വീരഭദ്രൻ എന്നുമാണ്. അങ്ങനെ ഈ ഭൃഗു മഹർഷിയുടെ താടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജടയൊക്കെ ഇന്നത്തെ ഈ മണൽത്തറയിൽ വന്ന് വീണു എന്ന് പൊതുവിലൊരു കഥ പറയാറുണ്ട്. അതാണത്രേ പിന്നീട് ഓടപ്പൂവായിട്ട് മാറിയത്. വളരെ നാടോടിക്കഥ പോലെ കേൾക്കേണ്ട ഒരു ഐതിഹ്യമാണ്. ഇതിന് പുരാണ പാരമ്പര്യമൊന്നുമില്ല. എങ്കിൽ പോലും കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം ആ കഥ അവരുടെ ഹൃദയത്തിൽ വളരെ സ്നേഹത്തോടു കൂടി അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണ് ഓടപ്പൂവിൻ്റെ കഥ. അതുകൊണ്ട് തന്നെ കൊട്ടിയൂർ പോകുന്ന ആളുകളൊക്കെ തന്നെ മഹാദേവൻ്റെ പ്രസാദമായിട്ട് അവിടെ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഈ ഒരു ഓടപ്പൂടെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരും. ചില ആളുകൾ അത് വീട്ടിൽ തൂക്കി സൂക്ഷിക്കാറുണ്ട്, വാഹനങ്ങളിൽ സൂക്ഷിക്കാറുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കാറുണ്ട്. ഇതിനൊക്കെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൂടെ പറയാറുണ്ട്. ഗുളിക സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടും ഉണ്ടാവുന്ന ദോഷങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഓടപ്പൂ എന്ന് പറയുന്ന വസ്തു വീട്ടിൽ പ്രധാന വാതിലിൻ്റെ മുകളിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ ദോഷങ്ങളൊക്കെ പൊതുവിൽ കുറയും എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള വിശേഷപ്പെട്ടൊരു വസ്തുവാണ് ഈ ഓടപ്പൂവ്. പേര് പറയണത് പോലെ അതൊരിക്കലും ഒരു പൂവൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാം പൊതുവിൽ. അത് ഈറ്റയുടെ മുളയുടെ തണ്ടിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. വളരെയധികം നേർത്ത പ്രായം കുറഞ്ഞ ഈറ്റ മുറിച്ചെടുത്ത് അത് വെള്ളത്തിൽ സൂക്ഷിച്ച് അതൊരു കൃത്യസമയത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് ഇരുമ്പിൻ്റെ ഒരു ചീർപ്പ് എടുത്ത് അതുകൊണ്ട് രാഗി അതിനെ നാരുകളാക്കി വീണ്ടും വെള്ളത്തിൽ സൂക്ഷിച്ച് ഉണക്കി അതിനെ കൃത്യമായിട്ടുള്ള ഒരു പരുവത്തിലാക്കി മാറ്റുമ്പോഴാണ് അത് ഇന്ന് കാണുന്ന ഓടപ്പൂവിൻ്റെ പരുവത്തിലാവുന്നത്. അത് ഈറ്റയുടെ ഓരോരോ ഈളുകളാണ് നമ്മൾ ഈ കാണുന്ന വെളുത്ത നിറത്തിൽ മുടിയോട് സാദൃശ്യമുള്ള ആ ഓരോ നാരുകളും. അതെല്ലാം കൂടെ ചേർന്നതാണ് ഓടപ്പൂവ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ കൊട്ടിയൂരിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ പല ആളുകളും കാണുന്ന ഒന്നാണ് ഈ ഓടപ്പൂവ്. ഇത്തവണത്തെ തീർത്ഥാടന കാലത്തും കൊട്ടിയൂരെത്തുന്ന ഓരോ ഭക്തനും വളരെയധികം ഭക്തിയോടുകൂടി മഹാദേവനോടുള്ള സ്നേഹത്തോടു കൂടി ഈ ഭൃഗു മഹർഷിയുടെ താടിരോമങ്ങളെ ഓടപ്പൂക്കളാക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതി നമുക്ക് ഇന്നും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൻ്റെ പുറകിലുള്ള ഈ രസകരമായിട്ടുള്ള കഥയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൗരാണികമായിട്ടുള്ള അടിത്തറ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഓരോ നാട്ടിലും അതിൻ്റേതായിട്ടുള്ള ചില കഥകളും ഐതിഹ്യങ്ങളും വസ്തുക്കളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ നമ്മളുടെ ഒരു പാരമ്പര്യമായിട്ട് കണ്ടുകൊണ്ട് ഉയർത്തിപ്പിടിക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. രസകരമായിട്ടുള്ള ഓടപ്പൂവിൻ്റെ കഥ നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു ഭാഗ്യം മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്നുണ്ടായി. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ശൈലേന്ദ്രകന്യേ സകലേന്ദ്രവന്ദ്യേ കൈലാദ്രിനാഥോജ്വലരാഗപൂർണേ കൈരാധവർണേ പുരാണകാലം മുതൽ മുനിമാർ ധ്യാനത്തിനും തപസ്സിനും എന്നു വേണ്ട വേദങ്ങളും ഉപനിഷത്തുകളും രചിക്കാൻ വരെ വനങ്ങളാണ് തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വേർപെട്ട് ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം വനം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ആധുനിക കാലത്ത് ഇന്ദ്രിയ മോഹങ്ങളിൽ നിന്നകന്ന് ധ്യാനാത്മകമായി മോക്ഷമാർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ നഗരമധ്യത്തിൽ തന്നെ ഇങ്ങനെയൊരു വനം ദേവിയുടെ അനുഗ്രഹത്താൽ സംരക്ഷിക്കപ്പെടുന്നത് ഈ പ്രദേശവാസികളിൽ ഓരോരുത്തരുടെയും ജന്മപുണ്യം കൊണ്ട് തന്നെയാണ്. മുൻജന്മത്തിലെ പാപപുണ്യ കർമ്മങ്ങളിലൂടെയാണല്ലോ ഓരോ മനുഷ്യനും ഓരോ ദേശത്ത് സൃഷ്ടിക്കപ്പെട്ട് ജീവിച്ചു തുടങ്ങുന്നത്. തൃപ്പദപത്മത്തിൽ അർപ്പിതമാകും ആത്മാവിനു പൂഗ. ദ്വാപരയുഗത്തിലെ
കൃഷ്ണാവതാര കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് ഇരിങ്ങോൾ ഭഗവതിയുടെ ചരിത്രകഥ പറയപ്പെടുന്നത്. ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നല്ലോ. ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിലടച്ച് 8ാമത്തെ പുത്രനെയും കാത്തിരുന്ന കംസന് മുന്നിൽ വന്നു ചേർന്നത് ഒരു പെൺകുഞ്ഞായിരുന്നു. 8ാമത്തേത് ആൺകുഞ്ഞല്ല എന്നറിഞ്ഞിട്ടും മരണഭയം പൂണ്ട കംസൻ ശൈശവരൂപത്തിലുള്ള പെൺകുഞ്ഞിനെയും കൊല്ലാനൊരുങ്ങി. പൊടുന്നനെ കുഞ്ഞ് ആകാശത്ത് ഒരഭൗമ തേജസ്സോടെ നിറഞ്ഞു നിന്നു. ദേവിയുടെ ആ ദിവ്യ തേജസ് ആദ്യമായി സ്പർശിച്ച ഭൂമിയെ ഇരുന്നോൾ എന്നറിയപ്പെടുകയും പിന്നീട് കാലക്രമേണ ഇരിങ്ങോൾ ദേവീക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു. സർവ ചൈതന്യങ്ങളുടെയും പരാശക്തിയായി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞ ദേവിയെ ദർശിച്ച് അനുഗ്രഹം തേടാൻ വന്ന ദേവഗണങ്ങളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന മഹാവൃക്ഷങ്ങളെന്നും പറയപ്പെടുന്നു. വൈകുണ്ഠനാഥരമണി വൃക്ഷങ്ങൾ സദാ ദേവിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ദേവീ ചൈതന്യം ഉൾക്കൊണ്ടു നിൽക്കുന്ന വൃക്ഷലതാദികളെ അനാവശ്യമായി തൊടാനും ഉപദ്രവിക്കുവാനും ആയിരക്കണക്കിന് വർഷങ്ങളായി ആർക്കും തന്നെ കഴിയുന്നില്ല എന്നതാണ് പരമമായ സത്യം. ഇവിടെ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളോ ഒരു ശിഖരം പോലുമോ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആർക്കും തന്നെ ധൈര്യമില്ല. കാരണമായി മുൻകാലങ്ങളിലെ പല തിക്താനുഭവങ്ങളും ദേശവാസികൾക്ക് പറയാനുണ്ട് എന്നതാണ് അത്ഭുതകരമായ കാര്യം. അങ്ങനെ ഈ വനത്തിന് മുഴുവൻ സംരക്ഷകയായി ഈ പ്രകൃതിയുടെ ആത്മതാണങ്ങളെ മുഴുവൻ ധ്യാനാത്മകമാക്കിക്കൊണ്ടും കുടികൊള്ളുന്ന ദേവിയുടെ ദർശന സൗഭാഗ്യത്തിനായി ഇവിടേക്ക് കടന്നുവരുന്ന ഓരോ ഭക്തരുടെയും ആത്മബോധങ്ങളിലേക്ക് ധ്യാനത്തിൻ്റെ ഏകാഗ്രത നൽകി സർവകോശങ്ങളെയും തേജോമയമാക്കി പ്രാണോർജത്തെ ശുദ്ധീകരിച്ച് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആനന്ദോത്സവം പകർന്നു നൽകാൻ ദേവി ഇവിടെ വനദുർഗയായി കുടികൊള്ളുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്നാണ് ഇരിങ്ങോൾ കാവ്. 44 ഇനത്തോളം പക്ഷികളും വിവിധ ഇനം ചെറുജന്തുക്കളും നിറഞ്ഞ ഇരിങ്ങോൾ കാവ് ജൈവ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. 1993 ഇവിടെ വീശിയടിച്ച കൊടുങ്കാറ്റിൽ സമീപവാസികളെ രക്ഷിച്ചത് ഈ കാവാണെന്ന് പറയാം. ഇക്കാരണം കൊണ്ട് തന്നെ ഇരിങ്ങോൾ കാവിന്റെ സംരക്ഷണത്തിൽ തദ്ദേശീയർ ഏറെ ശ്രദ്ധിക്കുന്നു. ഈ ദിവ്യസങ്കേതത്തിൽ പതിക്കുന്ന മഴത്തുള്ളികൾ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ ഇടതൂർന്ന വേരുകളുടെ വലിയ ഒരു വല തന്നെ ഭൂമിക്കടിയിൽ അതിവിദഗ്ധമായി പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ എത്ര വേനൽക്കാലത്തും ഭീകര വരൾച്ച അനുഭവപ്പെട്ടാലും ഇവിടുത്തെ വനങ്ങൾ നിത്യഹരിതാഭയോടെ വർത്തിക്കുന്നു. ഇവിടുത്തെ കുളം തീർത്ഥക്കുളമാണ്. തൃണബിന്ദു മഹർഷി നിത്യം ഈ കുളത്തിൽ സ്നാനം ചെയ്താണ് വേദോപദേശം നൽകിക്കൊണ്ടിരുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ച് നിശ്ചിത ദിവസം മനസ്സിൽ ധ്യാനിച്ച് ഇവിടുത്തെ പരാശക്തിയെ ദർശിച്ചാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതാണ്. ഇരിങ്ങോൾ ദേവിക്ക് ഉപദൈവങ്ങളില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന വൻമരങ്ങൾ തന്നെയാണ് ദേവിക്ക് ഉപദൈവങ്ങൾ. ബലിക്കല്ലിന് മുന്നിൽ തൊഴുത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ പ്രാചീന കാലം മുതൽ നിലനിൽക്കുന്ന ശ്രീകോവിൽ കാണാം. ശ്രീകോവിലിന് മുന്നിലുള്ള വാതിലുകളിലെ ലോഹത്തകടുകളിൽ ദേവീ ശില്പം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം.
ക്ഷേത്രം പുതുക്കിപ്പണിയുവാനുള്ള പല ശ്രമങ്ങളും പല കാലഘട്ടങ്ങളിലും പരാജയപ്പെട്ടതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഈ വനസൗന്ദര്യവും ഇവിടുത്തെ പൗരാണിക ദിവ്യ തേജസ്സും നഷ്ടമാകരുത് എന്ന് ദേവിക്ക് നിർബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴമയുടെ എല്ലാ സൗഭാഗ്യങ്ങളും സ്ഥായിയായ ഭാവത്തോടെ തന്നെ ഇവിടെ നിലനിൽക്കുന്നു. ഇരിങ്ങോൾ ക്ഷേത്രത്തിൽ ദേവിക്ക് 3 ഭാവങ്ങളാണ്. രാവിലെ അഖില ലോക കലാദേവതയായ സരസ്വതീ ദേവി. പ്രഭാത പൂജകളിൽ ദേവിക്ക് സോപാന സംഗീതം അർച്ചനയായി സമർപ്പിക്കപ്പെടുന്നു. അരുണോദയത്തിൽ നിൻ അരികെ വരും നേരം അരുളും നീ വിജ്ഞാനം അഖിലേശ്വരി. ഉച്ചയ്ക്ക് ദുർഗയായും വൈകിട്ട് കാളീഭാവത്തിലും കുടികൊള്ളുന്ന ദേവി ഭക്തരുടെ സർവ്വ പ്രാർത്ഥനകൾക്കും ദേവീ ദർശനം വഴി സഫലതയേകുന്നു. വിജ്ഞാനം അഖിലേശ്വരി. തിരുവുച്ച പൂജയ്ക്ക് തിരുമുൻപിലെത്തുമ്പോൾ അഖിലാർത്ഥവും നൽകും. ഓരോ ദിവസവും ദേവിക്കായി സമർപ്പിക്കപ്പെടാനുള്ള പുഷ്പമായാണ് ഞാൻ വിടരുന്നത് എന്ന ഭക്തന്റെ മാനസം തൊഴുകൈകളുമായി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുമ്പോൾ 100,000 ജന്മങ്ങളിലൂടെ മോക്ഷയാത്രയ്ക്കായി പ്രയാണം നടത്തുന്ന ആത്മാവിലേക്ക് തന്നെയാണ് ദേവിയുടെ ചൈതന്യം പകർന്നു കിട്ടുന്നത്. ഭുവനേശ്വരി ഇരവാകിലിങ്ങെത്തി പരിചൊടു നിത്യേന സുരവൃന്ദം പൂജിക്കും പരമേശ്വരി. ഇരവാകിലിങ്ങെത്തി പരിചൊടു നിത്യേന സുരവൃന്ദം പൂജിക്കും പരമേശ്വരി. മംഗല്യവാരിധി ശ്രീ പാർവതി. പൂമൂടി നിൽക്കുന്നു ഈ പ്രകൃതി. എല്ലാം മറന്നു മുന്നിൽ നിൽക്കവേ ഭൈരവി. ചൊല്ലുവാൻ വയ്യല്ലോ മമ നിർവൃത്തി. പ്രവൃത്തി ചെയ്യുന്നവൻ കർത്താവ്, ഫലം അനുഭവിക്കുന്നവൻ കർമ്മം എന്നാണ് വ്യാകരണം പറയുന്നത്. എന്നാൽ പ്രകൃതി നിയമത്തിൽ കർത്താവ് തന്നെയാണ് കർമ്മം. അതായത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് തന്നെ ലഭിക്കും. അതിനാൽ നല്ല കർത്താവാകുക, നല്ല ഫലം ലഭിക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.